ബീഹാർ രാഷ്ട്രീയം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. സ്ഥിരതയില്ലാത്ത മുഖ്യമന്ത്രി, അതാണ് ആ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പരാജയം. 2020 ഇത് തന്റെ അവസാന തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ നിതീഷ് ഏറെക്കുറെ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചു എന്ന് പറയാം. നിതീഷ് എന്ന വൻമരം വീണാൽ പിന്നെ ആര്? അത് കണ്ടുപിടിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ആവശ്യമില്ല. മക്കൾ രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന ബീഹാറിൽ നിതീഷിന് പിന്നാലെ എത്തുന്നത് മകൻ നിശാന്ത് കുമാർ തന്നെ. ഇത്രയും കാലം തന്റേതായ ഒരു വിധത്തിലുമുള്ള രാഷ്ട്രീയ സാന്നിധ്യം അറിയിക്കാതിരുന്ന നിശാന്ത് ഈ അടുത്ത് മാധ്യമങ്ങളെ കണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വാഴ്ത്തിപ്പാടിയത് തന്നെ മുഖ്യമന്ത്രി കസേര മോഹിച്ചാണെന്ന് എളുപ്പത്തിൽ പറയാം. ഒരു വശത്ത് ജെഡിയുവിനെ വിജയിപ്പിക്കാൻ നിശാന്ത് കുമാർ അഭ്യർത്ഥിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഇതൊരു ചുവടുവെപ്പാണ്. അച്ഛന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നത് താൻ മത്സരിക്കാൻ നിന്നാലും അതുണ്ടാകണമെന്ന ധ്വനി ആ വാക്കുകളിലുണ്ട്. മറുവശത്ത് ജെഡിയു കോൺഗ്രസിനെ വളരെയധികം ലക്ഷ്യമിട്ട് വരുന്നു എന്നത് കൂടി അറിയിക്കുകയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ബീഹാറിലെ കോൺഗ്രസ് രാഷ്ട്രീയം RJDയുടെ പിന്തുണയോടെയാണ് ഉള്ളത്. അതിനിടയ്ക്കാണ് ലാലു പ്രസാദ് യാദവ് LJPയും ജെഡിയുവിനെയും ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നതും. അതേസമയം കോൺഗ്രസ് സ്വന്തം കാലിൽ നിന്നില്ലെങ്കിൽ സമീപ ഭാവിയിൽ കോൺഗ്രസിനെ തഴച്ചു വളരാൻ ലാലു പ്രസാദ് അനുവദിക്കില്ല എന്ന് ഗ്രാമകാര്യമന്ത്രി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പ്രവർത്തനത്തിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്കിടയിൽ ആവേശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വരുന്ന തെരഞ്ഞെടുപ്പിൽ RJD 20 മുതൽ 25 വരെ സീറ്റുകളിൽ ചുരുങ്ങും. 2005 മുൻപ് ബീഹാർ മുഴുവൻ ജാതി ഭ്രാന്തിൽ കുടുങ്ങിയിരുന്നു. ഇന്ന് ഇതേ ബീഹാറിൽ തന്നെ പുതിയ നിക്ഷേപങ്ങൾ വരുന്നു. ബീഹാറിനെ ജംഗിൾ രാജിൽ നിന്നും കരകയറ്റ നിതീഷ് കുമാർ പ്രവർത്തിച്ചു എന്നൊക്കെയാണ് അച്ഛനെ പറ്റി മകൻ വീമ്പിളക്കിയത്. അതേസമയം NDA ഘടകത്തിൽ നിന്നും പിന്നോട്ടടിക്കുന്ന മനോഭാവമാണ് നിതീഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതി ഊഹാപോഹങ്ങളും മാറി മാറി മറിയുകയാണ്. ചരിത്രപരമായിട്ട് മകരസംക്രാന്തിക്ക് ശേഷമുള്ള കാലഘട്ടം പലപ്പോഴും സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സൂചന നൽകാറുണ്ട്. ഈ പാരമ്പര്യം 2025 ആവർത്തിക്കുമെന്ന് സമീപകാല സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉൾപ്പെടുന്ന സഖ്യമാറ്റങ്ങളെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വളരെ വലിയ വേഗത്തിലാണ് ചർച്ചാ വിഷയമാകുന്നത്. നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. 2024 ജനുവരിയിലായിരുന്നു ഇന്ത്യ സഖ്യം വിട്ട് NDAയിൽ വീണ്ടും ചേർന്നുകൊണ്ട് നിതീഷ് കുമാർ പലരെയും ഞെട്ടിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച നിർണായക യോഗത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടും പിരിമുറുക്കം കൂട്ടിക്കൊണ്ട് വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെഡിയുവിന് സീറ്റ് അനുവദിക്കാൻ BJPയുടെ ബീഹാർ ഘടകം വിസമ്മതിച്ചതിനെ തുടർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയത് കൊണ്ടും NDAയിലും ഇപ്പോൾ തൃശങ്കൂലായിരിക്കുകയാണ്. NDAയുമായിട്ട് പിരിയാൻ നിതീഷ് തീരുമാനിക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന് ഇന്ത്യ സഖ്യം പിന്തുണ നൽകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതേസമയം ഇന്ത്യ സഖ്യത്തിന്റെ വാതിൽ ഇപ്പോഴും നിതീഷിന് വേണ്ടി തുറന്നു കിടക്കുകയാണെന്ന് പല നേതാക്കളും പലകുറി പലതവണ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ബീഹാറിന്റെ ചലനാത്മകമായ രാഷ്ട്രീയ ആഖ്യാനത്തിലെ അടുത്ത അധ്യായത്തിലെ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത്. ബീഹാർ അതിന്റെ അടുത്ത രാഷ്ട്രീയ ട്വിസ്റ്റിനായി കാത്തിരിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ഭരണവും ഭാവിയിലേക്കുള്ള സഖ്യങ്ങളും രൂപപ്പെടുത്തുന്നതിൽ വരും ദിവസങ്ങളിൽ നിർണായകമാകും. ജൂൺ മാസത്തോടെ ഈ തിരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചന. സംസ്ഥാന ഘടകം രൂപീകരിക്കുന്നതിന് മുൻപ് പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ടീമിനെ പ്രഖ്യാപിക്കണം. ഇതോടൊപ്പം നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ സുപ്രധാന കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ ദേശീയ പ്രസിഡന്റിന് അധികാരം നൽകാം.